നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് എടുക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ആദ്യം തന്നെ ലാപ്ടോപ്പിന് ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. ചെറിയ സ്ക്രാച്ച് ഒന്നും കുഴപ്പമില്ല, പക്ഷേ സിവിയർ ആയിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ലാപ്ടോപ്പിൻ്റെ ലിഡ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും സ്മൂത്ത് ആണെന്ന് ഉറപ്പുവരുത്തുക. ഹിഞ്ചസിന് പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തണം. ഹിഞ്ചസിന് പ്രശ്നമുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേക്കും കംപ്ലൈൻറ്റ് ആയിരിക്കും. അടുത്തായിട്ട് ഡിസ്പ്ലേ ചെക്ക് ചെയ്യണം. അതിന് ഐസോ മോണിറ്റർ ടെസ്റ്റ് എന്നൊരു ടൂൾ ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അത് ഉപയോഗിച്ച് ഡിസ്പ്ലേയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഡിസ്പ്ലേയിൽ ക്രാക്ക് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അടുത്തായിട്ട് ബാറ്ററി ഹെൽത്ത് നോക്കണം. അതിന് സ്റ്റാർട്ട് ഓപ്പൺ ചെയ്തിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഔട്ട്പുട്ട് ഫയലിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. അതിനകത്ത് ഡിസൈൻ ചെയ്യുമ്പോഴുള്ള കപ്പാസിറ്റിയും ഇപ്പോൾ ഉള്ള കപ്പാസിറ്റിയും അറിയാൻ പറ്റും. ഒരു 70% കപ്പാസിറ്റി ഇപ്പോഴും ഉണ്ടെങ്കിൽ സേഫ് ആണെന്ന് അർത്ഥം. അതുപോലെ സൈക്കിൾ കൗണ്ട് നോക്കുക. 500 അതിൽ താഴെ ആണെങ്കിൽ സേഫ് ആണ്. അടുത്തത് കീബോർഡും ട്രാക്ക് പാഡും ആണ്. ട്രാക്ക് പാഡ് യൂസ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആണെന്ന് ഉറപ്പുവരുത്തുക. കീബോർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് keyboardtester.com എന്ന വെബ്സൈറ്റിൽ പോയാൽ മതി. നിങ്ങൾക്ക് എല്ലാ കീസും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഇതിൻ്റെ സ്പെക്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കണം. അതിന് സ്റ്റാർട്ട് ഓപ്പൺ ചെയ്ത് MS Info 32 എന്ന് ടൈപ്പ് ചെയ്ത് സിസ്റ്റം ഇൻഫർമേഷൻ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് പ്രൊസസ്സർ ഏതാണ്, റാം എത്രയുണ്ട്, SSD ആണോ ഹാർഡ് ഡിസ്ക് ആണോ, അതിൻ്റെ സ്റ്റോറേജ് എത്ര, അതുപോലെ GPU ഉണ്ടെങ്കിൽ അത് എത്ര എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെയുള്ള ആക്സസറീസ് നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക. ചാർജറിലൊന്നും ഫിസിക്കൽ ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അടുത്തതായിട്ട് ഇതിൻ്റെ പോർട്ടുകളൊക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. USB, HDMI, LAN പോർട്ട്, ചാർജർ കണക്ട് ചെയ്യുന്ന സ്ലോട്ട്, SD കാർഡ് സ്ലോട്ട് ഉണ്ടെങ്കിൽ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവസാനമായിട്ട് ഇതേപോലുള്ള കമ്പ്യൂട്ടർ ടിപ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.